ഈ പോലീസ് സിനിമകളിലുള്ള ഒരു ഇമേജ് ഉണ്ട്. പോലീസുകാർക്ക് പോലീസ് സിനിമകളിൽ വേറൊരു തരം ഇമേജാണ്. ജനങ്ങൾ സദാ കൈയടിക്കുന്നൊരു ഇമേജ് ഉണ്ട്. സാറിൻ്റെ എല്ലാ സർവീസുകളിലും ഈ കൈയടി കിട്ടിയിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണേ. അത്തരമൊരു ഇമേജ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും പെയിൻഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ സ്വപ്നങ്ങളിൽ കാണുന്നതാണ് അത്തരത്തിലുള്ള ഇമേജ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുമ്പോഴും അത്തരം കയ്യടി നേടാൻ ഒരു ഹാർഡ് വർക്കിംഗ് ആവശ്യമാണ്. അത് സാർ എങ്ങനെയാണ് നിരന്തരമായിട്ട് അത് അങ്ങനെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ പോലീസ് അക്കാഡമിയിൽ പഠിപ്പിക്കുന്നത് ഏത് ജോലി നമ്മൾ കയ്യിൽ കിട്ടിയാലും അത് നമ്മൾ കഴിയുന്ന വരെ നമ്മളുടെ കഴിവനുസരിച്ച് അത് പൂർത്തിയാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിപ്പോൾ കേരള പോലീസ് ആണെങ്കിൽ അതിനകത്ത് IPS ഓഫീസേഴ്സിന് പോലീസ് കൊണ്ട് മാത്രമല്ല അവർ നിയമിക്കുക. ഒരു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ബെവറേജ് കോർപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ പല വേറെ മേഖലകളിലും നമ്മുടെ പോലീസ് ഓഫീസേഴ്സിനെ അവിടെ പണ്ടേ മുതൽ നിയമിക്കാറുണ്ട്. അപ്പോൾ ഓരോരോ ജോലി ഓരോരോ പദവിയിൽ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേക സ്വഭാവമുള്ള ദൈത്വമുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത് ഫലിക്കാനാണ് നമുക്ക് ശ്രമിക്കേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു സാധാരണ പോലീസിൽ ചെയ്യുന്ന പോലെയല്ല അവിടെ കാര്യങ്ങൾ. അവിടെ റോഡ്, വാഹനങ്ങൾ അത് നോക്കാൻ വേണ്ടി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ RTO ഇപ്പോൾ ലൈസൻസുകൾ എങ്ങനെ ഉണ്ട്, ആളുകൾ ലൈസൻസുകൾ എടുക്കുന്നുണ്ടോ, ലൈസൻസിന് വേണ്ടി ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ, പിന്നെ അവർ ടാക്സ് ഗുഡ്സ് വാഹനങ്ങളിൽ ടാക്സ് കിട്ടുന്നുണ്ടോ, അതിന് പുറമേ ഇപ്പോൾ ഒരു പുതിയ ആസ്പെക്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് തുടങ്ങിയിരിക്കുന്നത് റോഡ് അപകടങ്ങൾ. ഇന്ത്യ രാജ്യത്തിൽ റോഡ് അപകടങ്ങൾ പണ്ടേ മുതലാണ്. ഇവിടെ 2 രീതിയിലാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഒന്ന് ഡ്രൈവർമാരുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട്, രണ്ടാമത്തെ വാഹനങ്ങളുടെ മെയിൻ്റനൻസ് ഇല്ലാത്തത് കൊണ്ട്. ഇന്ത്യ രാജ്യത്തിൽ പ്രത്യേകിച്ച് ഒരു 95% അപകടങ്ങൾ ഉണ്ടാകുന്നത് ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണ്, നിയമപാലന ഇല്ലാത്തത് കൊണ്ടാണ്. ഹെൽമെറ്റ് വെക്കില്ല, നമ്മുടെ സീറ്റ് ബെൽറ്റ് വെക്കില്ല, സ്പീഡ് ഗവർണർ വെക്കില്ല. ഇതൊക്കെ നിയമങ്ങളിൽ സർക്കാർ 40 വർഷം മുമ്പ് വന്ന നിയമങ്ങൾ കൊണ്ടുവന്നതാണ്. പക്ഷേ ഏറ്റവും അവർ പാലിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനാണ്. ലോക്കൽ പോലീസിനും ഉണ്ട്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിനും ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ ആ നിയമങ്ങൾ പാലിപ്പിക്കാനുള്ള ഒരു ഉദ്ദേശം കൊണ്ട് വേണം നമുക്ക് അവിടെ ജോലി ചെയ്യാൻ. ഒരു പോലീസ് ഓഫീസറായിട്ട് നോക്കാൻ കാര്യമില്ല. നമ്മൾ അതേ ഒരാളെ ഹെൽമെറ്റ് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫൈൻ ചെയ്യാം, അത് ശരി. പക്ഷേ അതല്ല നമ്മുടെ മെയിൻ ഉദ്ദേശം. അവിടെ അവർ പാലിപ്പിക്കണം, അവരോട് പറഞ്ഞു കൊടുക്കണം. ആദ്യത്തെ ഇത് ധരിച്ചാൽ നിനക്ക് ഗുണമെന്നാണ്, ഇത് ധരിച്ചില്ലെങ്കിൽ താങ്കൾക്ക് നഷ്ടമെന്നാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിൽ ഒരു സാമാന്യ കാര്യങ്ങളും ജനങ്ങൾക്ക് ഒന്നും അറിയില്ല. ഈ 100 ആൾ എവിടെയെങ്കിലും ഒരു അപകടത്തിൽ കേരളത്തിൽ മരിക്കുകയാണെങ്കിൽ 70 ആൾ മരിക്കുന്നത് 2 വീലേഴ്സ് ഡ്രൈവേഴ്സാണ്. 75% നമ്മൾ മരണങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ തലയിൽ ഉണ്ടായ പരിക്ക് സംബന്ധിച്ചാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ആളുകളോട് പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾക്ക് അത് കാര്യങ്ങൾ മനസ്സിലാവും. അതുകൊണ്ടാണല്ലേ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കിയപ്പോൾ ആളുകളെല്ലാം അത് വയ്ക്കാൻ തുടങ്ങി. അവർക്ക് കാര്യം മനസ്സിലായി. വി ടോൾഡ് ദം ഇത് നിങ്ങളെ കൊണ്ട് ഫൈൻ അടിപ്പിക്കാനും വേണ്ടിയുള്ള നടപടിയല്ല ഇത്, താങ്കളുടെ ജീവിതം രക്ഷപ്പെടുത്താനും വേണ്ടിയാണ്. നൗ 97-98% പീപ്പിൾ ഇൻ കേരള ദേ നൗ വെയർ ഹെൽമെറ്റ്. അവർക്ക് കാര്യം മനസ്സിലായി. പിന്നെ ഒരു 100% സാക്ഷരം സംസ്ഥാനവും കൂടിയാണല്ലോ, അതും അവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ നിയമങ്ങൾ കൂടുതൽ നടപ്പാക്കുക എന്നാണ് അവിടുത്തെ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആവശ്യം. പക്ഷേ അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ വേറെ തരത്തിലുള്ള ഒരു വലിയ വെല്ലുവിളികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം മാത്രം നോക്കുകയാണെങ്കിൽ സ്കൂൾ കോളേജുകളിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ലഹരി വസ്തുക്കൾ വളരെ വ്യാപകമായ രീതിയിൽ കുട്ടികൾ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എക്സൈസ് കമ്മീഷണർ എന്ത് ചെയ്യണം? എക്സൈസ് കമ്മീഷണർ ഇതിൻ്റെ പുറത്തുനിന്ന്
ഈ സാധനങ്ങൾ വരുന്നുണ്ട് മറ്റേ സംസ്ഥാനം, തീർച്ചയായിട്ടും അത് നമ്മുടെ റോഡ് മാർഗവും കടൽ മാർഗവും എയർപോർട്ട് വഴിയും പിന്നെ ഇങ്ങനെയൊക്കെയാണല്ലോ അവർ റെയിൽവേ വഴിയും അത് വരുമ്പോൾ കൺസേൺ ഏജൻസിൻ്റെ സഹായം കൊണ്ട് കൂടുതൽ സാധനങ്ങൾ കുട്ടികളുടെ കയ്യിൽ പോകാതെ നോക്കണം. അതാണ് അതിൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടി ഞങ്ങളുടെ. പക്ഷെ അതേസമയം ഈ കുട്ടികളെ ആദ്യത്തെ ഒരു നമ്മൾ അവരോട് നമ്മൾ ഒരു ബോധിപ്പിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് അവർ കഴിക്കുന്നത്, അവർ എന്തിനു കഴിക്കുന്നു അവർക്ക് പോലും ചിലപ്പോൾ അറിയില്ല. ഈ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന്, ഏത് സാധനം കഴിക്കാൻ പാടില്ല പോലും സ്കൂൾ കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയില്ല. 4000 സ്കൂളുകളിൽ ഇപ്പോൾ ഏകദേശം ഞാൻ പോയിട്ടുണ്ട്. 4000 സ്കൂളിൽ കുട്ടികളോട് ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്, ലഹരി വസ്തു എന്താണ്, നിനക്ക് ഒരു ഗുളി കണ്ടാൽ തിരിച്ച് മനസ്സിലാക്കാൻ പറ്റുമോ ഇത് ലഹരി വസ്തുവാണോ, ലഹരിൻ്റെ ഗുളിയാണോ? ആർക്കും ഒന്നും അറിയില്ല. കാരണം സ്കൂളിൽ ഇതിനെ സംബന്ധിച്ച് പഠനമില്ല. ഒരു പാഠം പോലും അവർ പഠിപ്പിക്കുന്നില്ല. 10 വർഷമായിട്ട് ഞാൻ എത്രയോ പ്രാവശ്യം ഞാൻ തന്നെ കുറേ പാഠങ്ങൾ എഴുതി ഗവൺമെൻറ്റിൽ ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ അത് എന്തും ഇതുവരെ അത് വന്നിട്ടില്ല. ലഹരി വസ്തു എന്താണെന്ന പോലെ അറിയാത്ത കുട്ടിനോട് ഇത് കഴിക്കരുതെന്ന് പറയാൻ വല്ല കാര്യമുണ്ടോ? അതിന് ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ ഞാൻ തന്നെ സ്കൂളുകളിലൊക്കെ പോയി ആദ്യത്തെ കുട്ടികളോട് സംസാരിച്ചു. ഇപ്പോൾ തന്നെ ഇനിയും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ അവരോട് ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ അവരോട് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ്, അത് സാധനം എന്താണ്, ഇതിൻ്റെ പരിഭാഷ എന്താണ്, പുകയില സാധനം എന്താണ്, ലഹരി വസ്തു എന്താണ്, പുകയില സാധനത്തിലും പുകയിലേൻ്റെ ഒരു ലഹരി വസ്തുവും പിന്നെ കഞ്ചാവിൻ്റെ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ 100ഓളം ചോദ്യങ്ങൾ തിരിച്ച് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് നേരിട്ട് മനസ്സിലാവുന്നു. പക്ഷെ അത് ഞാൻ മാത്രം ചെയ്ത പോലെ ദിസ് ഹാസ് ടു ബി ഡൺ ബൈ ഓൾ പീപ്പിൾ. ഓൾ പീപ്പിൾ എന്ന് പറഞ്ഞു വെച്ചാൽ എന്നെ പോലെയുള്ള മറ്റ് പോലീസ് ഓഫീസേഴ്സ്, എക്സൈസ് ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, ഈവൻ ഐസ് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, MLA, MP, ജില്ലാ കളക്ടർമാർ, ജില്ലാ SP മാർ എല്ലാം ഒരു മാസത്തിൽ ഒരു ക്ലാസ് പോലും അവരുടെ അടുത്തുള്ള ഒരു ക്ലാസ് പോലും എടുത്താൽ എത്ര ഗുണമുണ്ടാവുമെന്ന് കേരളത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2 ലക്ഷം ക്ലാസ്സാണ് ഒരു വർഷത്തിൽ വേണ്ടത്. അതിന് ആ നിഗമനത്തിലെത്താനുള്ള അതിന് അടിസ്ഥാനം എന്താണ്? 20,000 സ്കൂളുകൾ കേരളത്തിലെ ചെറിയ സ്കൂളുകളും വലിയ സ്കൂളുകളും സർക്കാർ സ്കൂളും ഓട്ടോണമസ് സ്കൂളും പ്രൈവറ്റും എല്ലാം നോക്കിയപ്പോൾ എയ്ഡഡ് സ്കൂളും 20,000 സ്കൂളുകളാണ്. 7,000 കോളേജുകളുണ്ട്. അപ്പോൾ ഒരു സ്കൂളിൽ ഒരു പ്രാവശ്യം പോയതായാലും ആ ക്ലാസ്സിൽ നമ്മൾ പോയാലും സാധാരണ 100 കുട്ടികൾ ഇല്ലെങ്കിൽ 200 കുട്ടികൾ വരും. ഒരു സ്കൂളിൽ അവർ പൊതുവെ 1500 മുതൽ 2000 കുട്ടികൾ ഒരു സ്കൂളിലൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. അപ്പോൾ 2000 സ്ട്രെങ്ത്തിലുള്ള ഒരു കുട്ടിക്ക് ഞാൻ പോയി ഒരു വർഷത്തിൽ ഒരു ക്ലാസ് എടുത്താലും അവർ 200 കുട്ടികൾക്ക് അല്ലേ എനിക്ക് പഠിപ്പിക്കാൻ പറ്റുകയുള്ളൂ. 1800 കുട്ടികളെ ഇനിയും ആരോ വന്ന് അവിടെ പഠിപ്പിക്കണം. അത് ആര് ചെയ്യും? അപ്പോൾ ഇത് ഒരു എക്സൈസ് കമ്മീഷണർ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ദൗത്യം മാത്രമല്ല, ആദ്യത്തെ കുട്ടികളോട് ബോധവൽക്കരണം ഒരുപാട് ആളുകൾ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് പോയി നടത്തുക എന്നാണ് അതിൻ്റെ ആദ്യത്തെ ആവശ്യം. രണ്ടാമത്തെ ആവശ്യം എന്ന് പറയാൻ പറഞ്ഞാൽ അതിന് കാരണം കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ നടപടി എടുക്കാൻ തയ്യാറാവണം.